ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു ഇൻഡക്ഷൻ കുക്കറാണ് ജി ട്രാക്കിൻ്റെ. ഈ ജി ട്രാക്ക് മിക്കവാറും സിസ്റ്റമൈസിൽ പോയിട്ടാണ് വരുന്നത്. മിക്കവാറും കേസിൽ അതാണ് കിട്ടാറ്. ഇത് ഡെഡാണ്, ദർ ഈസ് നോ പവർ. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രോബ്ലംസ് എന്ന്. ഓക്കെ, നമ്മൾ ബാക്ക് സൈഡിൽ 6 സ്ക്രൂ നമ്മൾ റിമൂവ് ചെയ്തു. ഓക്കെ, നമ്മൾ ഓപ്പൺ ചെയ്യണം. നമ്മൾ ഇൻഡക്ഷൻ കുക്കർ ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇതിൻ്റെ കൺട്രോൾ പാനലോട് ഇത് ഇൻഡക്ഷൻ കുക്കറിൻ്റെ കോയിൽ. ഇതിൻ്റെ അകത്താണ് നമ്മൾ ബോർഡ് അയച്ചു നോക്കാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബോർഡ്. ഒറ്റനോട്ടത്തിൽ ഫിസിക്കൽ ഡാമേജ് ഒന്നും കാണാനില്ല. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ബോർഡ് നമുക്ക് അയച്ചെടുക്കാം. സ്ക്രൂ എല്ലാം പൊക്കി മീറ്റർ വെച്ചിട്ട് നമുക്ക് എൻ്റെ ഫ്യൂസ് ആദ്യം ചെക്ക് ചെയ്യാം. ഓക്കെ, ബീപ്പ് സൗണ്ടിലിടുക, കണ്ടിന്യൂറ്റിയിലിടുക. ഓക്കെ, ഫ്യൂസ് ഓക്കെ. ഓക്കെ, ഇനി എന്താണ് ഇതിൻ്റെ പ്രശ്നമെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫ്യൂസ് പോയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ IGBT ഒന്നും പോകാൻ ചാൻസ് ഇല്ല. നോക്കാം എന്താണ് നമുക്ക് പ്രോബ്ലം എന്ന് നോക്കാം. ഫ്യൂസ് പോകാത്തതുകൊണ്ട് നമ്മൾ ഒന്ന് ബോർഡ് അയച്ച് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് ബോർഡ് അയച്ച് ചെക്ക് ചെയ്യാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഫ്യൂസ് ഓക്കെയാണ്. ദർ ഈസ് നോ പ്രോബ്ലം. ആൻഡ് diode also okay. IGBT ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇതിലൊരു ഫിസിക്കലായിട്ട് ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. അതിൻ്റെ ലോ സൈഡ് പവർ സപ്ലൈയിലാണ് പ്രോബ്ലം തോന്നണം. ഓക്കെ, ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്, റെസിസ്റ്റർ പോയി കിടക്കുന്നുണ്ട്. ഓക്കെ, ഈ സെക്ഷനിൽ ഈ റെസിസ്റ്റർ ഇവിടെ പോയി കിടക്കുന്നു, ചെറിയ റെസിസ്റ്ററാണ്. നമുക്കത് അയച്ചിട്ട് അതിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യാം. ഓക്കെ, അത് മാറ്റിയിട്ട് നോക്കാം. ഓക്കെ, നമ്മളെപ്പോഴും ഈ ബോർഡ് ചെക്ക് ചെയ്യുന്നതിന് മുമ്പ്, ഇതിൽ ടച്ച് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ കപ്പാസിറ്ററൊക്കെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടോയെന്ന് ഉറപ്പ് വരുത്തണേ, അല്ലെങ്കിൽ നല്ല അടി കിട്ടിക്കുന്നു. പിന്നെ ഇലക്ട്രോണിക്സിനെ കുറിച്ച് ബേസിക് അറിവില്ലാത്തവർ പണിക്ക് നിൽക്കരുത്. ഇത് AC മെയിൻ സൈഡിലുള്ള കളികളാണ്. അപ്പോൾ ഷോക്ക് അടിക്കാൻ നല്ല ചാൻസ് ഉള്ള പരിപാടിയാണ്. അടി കിട്ടിയാൽ ചിലപ്പോൾ അത് മതിയാവും. അപ്പോൾ ഡോണ്ട് ട്രൈ. okay, without proper knowledge.
അപ്പോൾ നമ്മൾ ഇതിൽ നമ്മൾ പ്രോബ്ലം കണ്ടിട്ട് ഇവിടെ റെസിസ്റ്ററാണ്, ഇത് ലോ സൈഡ് പവർ സെക്ഷനാണ്, ലോ പവർ സെക്ഷനാണ്. ഇവിടെ റെസിസ്റ്റർ പോയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ കപ്പാസിറ്ററിൻ്റെ വാല്യൂസും കൂടി ഒന്ന്, വലിയ കപ്പാസിറ്ററിനുണ്ടാവും, വാല്യൂസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ആ കപ്പാസിറ്റർ അല്ല പോയ റെസിസ്റ്റർ അങ്ങ് മാറ്റിയിടാം. ഓക്കെ, നമുക്ക് ഈ കപ്പാസിറ്റൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിമീറ്ററിൽ നമ്മൾ കപ്പാസിറ്ററിൻ്റെ വാല്യൂസിൽ മൾട്ടിമീറ്റർ റെഡിയാക്കി വെക്കണം. കപ്പാസിറ്റി ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് MUF റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യാം. കപ്പാസിറ്റർ നമുക്ക് 5 MUF എന്ന് കിട്ടിയിട്ടുണ്ട്. ഈ കപ്പാസിറ്ററിൻ്റെ വാല്യൂ 5 MUF തന്നെയാണ്. ഓക്കെ, ഇവിടെ .33 MUF. ഓക്കെ, 0.3 MUF. ഓക്കെ, അത് ഓക്കെയാണ്. പിന്നെ നമ്മൾ ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്, ചെറിയൊരു കപ്പാസിറ്റർ. MUF ആണ്, 2 MUF ആണ്. ഓക്കെ, MUF ഏകദേശം കാണിക്കുന്നത് 1.982 കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് കുഴപ്പമില്ല. അപ്പോൾ കപ്പാസിറ്റി ഒന്നും കുഴപ്പമില്ല. ഈ ഇൻഡക്ഷൻ കുക്കർ എന്ന് പറയുന്നത് മെയിനായിട്ട് 2 പവർ സപ്ലൈ ആണ്. അതായത് ഒന്ന് ലോ വോൾട്ടേജ് പവർ സപ്ലൈ, ഈ സൈഡിൽ ലോ വോൾട്ടേജ് പവർ സപ്ലൈ. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ഹൈ വോൾട്ടേജ് പവർ സപ്ലൈ. ഓക്കെ, ഇങ്ങനെ 2 പവർ സപ്ലൈയാണ് ഈ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ബോർഡിൽ വരുന്നത്. അതിൽ ഒരു ലോ വോൾട്ടേജ് പവർ സെക്ഷൻ സൈഡിൽ 5 വോൾട്ടും 18 വോൾട്ട് ഫോർ ഫാൻ. ഓക്കെ, ഇപ്പോൾ 5 വോൾട്ട് ഇതിൻ്റെ മൈക്രോ കൺട്രോൾ IC കൺട്രോൾ ചെയ്യാൻ, കൺട്രോൾ പാനൽ ബോർഡൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി 5 വോൾട്ട്. അങ്ങനെ 2 IC ആണ്, 2 വോൾട്ടേജാണ് ഇതിൽ ഈ ലോ സെക്ഷനിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, 5 വോൾട്ടും 18 വോൾട്ടും. ഇവിടെ ഒരു വൈപ്പർ IC ഉണ്ട്, ഇതാണ് ഇതിൻ്റെ ഓസിലേഷൻ IC. ഓക്കെ, അത് 2 വോൾട്ടേജ് ഈ ട്രാൻസ്ഫോമർ ഒഴിച്ചിട്ട് 2 വോൾട്ടേജ് ഈ സെക്ഷനിൽ ജനറേറ്റ് ചെയ്യും. അത് സപ്ലൈ ചെയ്തിട്ടാണ് ഇൻഡക്ഷൻ കുക്കർ വർക്ക് ചെയ്യുന്നത്. ഇൻഡക്ഷൻ കുക്കർ നമുക്ക് കുറച്ച് പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ട്, അത് നമുക്ക് പിന്നീട് നടത്താം. ഓക്കെ, നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഇത് റിപ്പയർ ചെയ്തെടുക്കാൻ നോക്കണം. ഓക്കെ, നമ്മൾ റെസിസ്റ്ററിങ് പറിച്ചെടുക്കാൻ പോവാം. ശരിക്ക് ജെൻ്റലായിട്ട് പറിച്ചെടുക്കണം. ഒരു അർജൻറ്റൊന്നും കൂട്ടരുത്, കാരണം അത് പറിച്ചെടുക്കുമ്പോൾ വൃത്തിയാകാൻ ഞാൻ തരും, സർക്യൂട്ട് ആകെ മൊത്തം കുളമാവും. അപ്പോൾ വൃത്തിയായിട്ട് പറിച്ചെടുക്കണം. സാവധാനം ടൈം എടുത്ത് പറിച്ചെടുക്കും. ഇത് ചവിട്ടി പറിച്ചെടുക്കരുതെന്ന് അർത്ഥം, മനസ്സിലായോ? ചവിട്ടി പറിച്ചെടുത്താൽ ഏത് സർക്യൂട്ട് ബോർഡായാലും അത് കേടുവരും. അതെ, വളരെ ശ്രദ്ധിച്ച്
ക്ലീനായിട്ട് പറിച്ചെടുക്കുക. ഓർഡർ ഇതാണ് വയർ റെസിസ്റ്റർ. ഓക്കെ, ഇത് 330 ഓംസാണ് റെസിസ്റ്റർ. ഓക്കെ, ഞാൻ പകരം വേറെ റെസിസ്റ്റർ ഇടുകയാണ് 330 ഓംസിൻ്റെ വേറെ റെസിസ്റ്റർ നമുക്കിവിടെ ഫിറ്റ് ചെയ്യാം. ഓക്കെ, ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് സർക്യൂട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഓക്കെ, നമുക്കിത് സീരീസ് കണക്ഷനിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എപ്പോഴും ഇൻഡക്ഷൻ കുക്കർ നമ്മൾ ഫസ്റ്റ് ടൈം ചെക്ക് ചെയ്യുമ്പോൾ സീരീസ് കണക്ഷനിലായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ അടിച്ചു പോകും. എന്തെങ്കിലും അടിച്ചു പോകാണ്ടെങ്കിൽ അത് പോയിട്ടായിക്കാരം പിന്നെ നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യും, അതേപോലെ സാമ്പത്തിക നഷ്ടം ഉണ്ടാകും. നമ്മൾ ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് സീരീസ് ലൈൻ ചെക്ക് ചെയ്യുക. സീരീസ് ലൈൻ എന്താണെന്നൊക്കെ ടെക്നീഷ്യന്മാർക്ക് അറിയാമായിരിക്കും. സീരീസ് ബൾബ് കണക്ട് ചെയ്തിട്ട് 1 വോൾട്ടിൻ്റെ 200 വോൾട്ടിൻ്റെ ബൾബ് കണക്ട് ചെയ്തിട്ട് നമുക്കത് ചെക്ക് ചെയ്യാം. ഓക്കെ, ഞാനിത് ജസ്റ്റ് ഇവിടെ വയ്ക്കുന്നേ ഉള്ളൂ. നമുക്ക് സീരീസിൽ ചെക്ക് ചെയ്തിട്ടത് ഇൻഡക്ഷൻ കുക്കർ ഓണാണോ അല്ലേന്ന് നോക്കാം. ഇത് നമുക്ക് ബാക്കി ചെക്ക് ചെയ്യാം. ഓക്കെ, ഇത് ശരിക്കും നമ്മൾ പവറിൻ്റെ പ്രോബ്ലം ആകുമ്പോൾ നമ്മൾ ആദ്യം സംശയിക്കുക നമ്മൾ മെയിൻ പവർ ഐ ജി ബി ടി ഡയോഡ് ഇതൊക്കെ നമ്മൾ സംശയിക്കരുത്. പക്ഷേ
ഇതിനതല്ലായിരുന്നു പ്രശ്നം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സീരീസിൽ പവർ കൊടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം അതിന് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കാം. നമ്മളിത് അടച്ച് ഓക്കെ. അപ്പോൾ നമ്മൾ പവർ കൊടുത്ത് ഓണാക്കുമ്പോഴും നോ റെസ്പോൺസ്, ഓൺ ആവുന്നില്ല. അപ്പം നമ്മൾ ആ റെസിസ്റ്റർ മാറ്റി പവർ കൊടുത്തു, ബട്ട് പവർ സപ്ലൈ ഇസ് നോട്ട് ഓൺ. അപ്പോൾ ഇനി നമ്മൾ ലോ വോൾട്ടേജ് പവർ സപ്ലൈ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, നമ്മൾ പെട്ടെന്ന് ശരിയാവാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്ന് കരുതിയാണ് നമ്മൾ എന്ത് ചെയ്തത്, റെസിസ്റ്റർ മാറ്റിയിട്ടത്. പക്ഷേ ആ റെസിസ്റ്റർ പോകാൻ ഒരു കാരണം അവിടെ ബാക്കിയുണ്ട്. ആ കാരണമാണ് ഇനി നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ആ റെസിസ്റ്റർ അങ്ങനെ ചൂടായി പോകണമെങ്കിൽ ഒന്നുകിൽ എന്ത് ചെയ്യണം, അതിൻ്റെ പവർ ഐ സി, ഓസിലേഷൻ ഐ സി, വൈപ്പർ 12A എന്ന് പറഞ്ഞ ഐ സി ഷോർട്ടായിരിക്കണം. അല്ലെങ്കിൽ അതോടെ ബന്ധിപ്പിച്ച് ഏതെങ്കിലും ഒരു സർക്യൂട്ടിൽ എന്തെങ്കിലും ഒരു ഷോർട്ട് വേണം. ലോ വോൾട്ടേജിലാണ് പ്രശ്നം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ലോ വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്നുകൂടിയും ഇത് അയച്ചെടുത്തിട്ട് നമുക്ക് അതിൻ്റെ ലോ വോൾട്ടേജ് സെക്ഷൻ്റെ ഐ സി, അതുമായി ബന്ധപ്പെട്ട ട്രാൻസ്ഫോമർ, അതുമായി ബന്ധപ്പെട്ട ഡയോഡുകൾ ഒക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്താൽ. ഇപ്പം നമ്മൾ ഈ ഐ സി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഷോർട്ട് ഉണ്ടോ എന്ന് നോക്കുക. മൾട്ടിമീറ്ററിൽ കണ്ടോ, മൾട്ടിമീറ്റർ കാണിക്കുന്നത് കണ്ടോ 70 ബീപ്പ് സൗണ്ട് ഇല്ല. കാരണം ബീപ്പ് സൗണ്ട് വരണമെങ്കിൽ ഇതൊരു 5 ohmസിൻ്റെ ഒക്കെ താഴെയായിട്ട് വരണം ഈ മൾട്ടിമീറ്റർ, അപ്പോൾ ബീപ്പ് സൗണ്ട് ഉണ്ടാകും. ഇത് ശരിക്ക് മെഗാ ഓംസിലൊന്ന് ചെക്ക് ചെയ്ത് നമുക്ക് ഓംസിലും ചെക്ക് ചെയ്തേക്കാം എത്ര ഓംസ് എടുക്കുന്നുണ്ട്. ഓക്കെ, 68 ഓംസാണ് കാണിക്കുന്നത്. ഈ 68 ഓംസ് എന്ന് വെച്ചാൽ ഇത് ഏകദേശം നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ ഷോർട്ടായതിൻ്റെ ഫലമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു ബോർഡ് ഇതേ ഐ സി ഇതേ സെക്ഷനിൽ ഇതേ പിൻ നമ്പർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഞാൻ വേറൊരു ഐ സി എടുത്തിട്ട് അതേ പിൻ നമ്പർ ഒന്ന് ചെക്ക് ചെയ്യണം. കണ്ടോളി, അവിടെ എത്ര ഓംസ് കാണിക്കുന്നുണ്ടോ നോക്കാം. അതേ സെക്ഷനിൽ അതേ ഐ സി അതേ പിൻ നമ്പർ അതേ ബോർഡ് തന്നെയാണ്. ഓക്കെ, കാരണം ഇത് 38 മെഗാ ഓംസ് ഒക്കെയാണ് കാണിക്കുന്നത്. ഓക്കെ, നമ്മൾ ആദ്യത്തെ ബോർഡ് കാണിച്ചത്ര 67 ഓംസ്. സോ അത് ഈ ഐ സി കംപ്ലൈൻ്റ് ആണ്. ഓക്കെ, നമ്മൾ കൺഫേം ചെയ്ത് ഐ സി പ്രോബ്ലമാണ്, അതുകൊണ്ട് നമുക്ക് ഐ സി മാറ്റിയിടണം. ഓക്കെ, നമുക്ക് ഐ സി തപ്പിയിട്ട് വരാം. അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഐ സി കിട്ടിയിട്ടുണ്ട്. ഒരു വൈപ്പർ ഐ സി, ഇതാണ് ഐ സി. ഓക്കെ, നമ്പർ കാണുന്നുണ്ടോ അറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഐ സി ഇവിടുന്ന് മാറ്റിയിടണം. ഈ പറിച്ചിട്ട് നമ്മൾ ഈ ഐ സി നല്ല ഐ സി മാറ്റിയിടണം. ഓക്കെ, ചീത്ത ഐ സി അവിടെ നിന്ന് മാറ്റി പറിച്ച് ഒഴിവാക്കണം. ഓക്കെ, അപ്പോൾ നമുക്കത് പറിച്ച് തുടങ്ങാം. അപ്പോൾ നല്ലൊരു സോൾഡറിങ് ഞാൻ എടുത്തിട്ട് നല്ല ജെൻറ്റിലായിട്ട് പറിക്കണം. ഓക്കെ, സർക്യൂട്ടിനൊന്നും ഡാമേജ് വരാൻ പാടില്ല. നീറ്റായിട്ട് പറിച്ചെടുക്കുക. ഐ സിക്ക് പിൻ നമ്പർ 1 അങ്ങനെ ഓരോ നമ്പറുകളുണ്ട്. അങ്ങനെ ഐ സിയുടെ പുറത്തൊരു ഡോട്ട് ഇട്ടിട്ടുണ്ടാകും. ആ ഡോട്ടിൻ്റെ അടുത്തുള്ള പിന്നാണ് 1. ഓക്കെ, പിന്നെ 1, 2, 3, പിന്നെ നേരെ അപ്പുറത്തെ സൈഡിലുള്ളത് 4, 5, 6 അങ്ങനെ അങ്ങനെ പോകും. ഓക്കെ, എല്ലാ ഐ സിയും അങ്ങനെ തന്നെയാണ്. വളരെ മനോഹരമായിട്ട് പറിച്ചെടുക്കും. നമ്മൾ വൃത്തികേടൊന്നാവരുത്. വൃത്തികേടായാൽ എന്താ സർക്യൂട്ട് പെട്ടെന്ന് ചീത്തയാണ്. കസ്റ്റമർക്ക് നമ്മളൊരു
സേവനം ചെയ്യുമ്പോൾ അത് മാക്സിമം വൃത്തിയായിട്ട് കൊണ്ടുപോകും. നമ്മളൊരു ജോലി ചെയ്ത് വേറൊരു ടെക്നീഷ്യൻ അറിയാനും കൂടി പാടില്ല. നമുക്ക് എടുത്തു നോക്കിയാലേ അത്രയും വൃത്തിയാണ്. കഴിഞ്ഞിട്ട് ആൽക്കഹോളിട്ടോ അല്ലെങ്കിൽ തിന്നറിട്ടോ ഒക്കെ ശരിക്കും ക്ലീൻ ചെയ്യാം. നമുക്ക് പ്രൊഫഷണലായിട്ട് ചെയ്യാം. ചെയ്യുന്ന സമയത്ത് വൃത്തിക്ക് ചെയ്യാം. നമ്മൾ സർക്യൂട്ട് കുറേ കാലം കേട് നിൽക്കും. നമ്മളെ വർക്കും തന്നെ പെർഫെക്റ്റ് ആവും. ഓക്കെ, ഒരിക്കലും വീണ്ടും കേട് വരണമെന്ന് വെച്ചിട്ടുള്ള വർക്ക് നമ്മൾ ചെയ്യും. നമ്മൾ പ്രൊഫഷണൽ ചെയ്യുന്നത് തന്നെ ചീറ്റിങ്ങാണ്. നല്ല വൃത്തിക്ക് നല്ല ടൂൾസ്, ഒറിജിനൽ ടൂൾസൊക്കെ ഉപയോഗിച്ച് ചെയ്യും. ഇലക്ട്രോണിക്സിൽ നമ്മൾ വരുത്തുന്ന ഓരോ മിസ്റ്റേക്സും ഭയങ്കര സാമ്പത്തിക നഷ്ടം ഉണ്ടാകും. നമുക്ക് കസ്റ്റമർക്കായാലും നമുക്കായാലും. വളരെ ജെൻറ്റിലായിട്ട് പറിച്ചെടുക്കണം കേട്ടോ. ഒന്നും നമുക്ക് IC സോൾഡർ ചെയ്യുന്ന സമയത്ത് കമ്പനി തന്നെ ഒരു പിന്നെ വളച്ചു വെക്കും. കാരണം അത് പിടിച്ച് നിൽക്കാറുണ്ട്. അതുകൊണ്ടാണ് ഒരു പിന്നെ എടുക്കുമ്പോൾ നമുക്ക് പ്രയാസം അനുഭവപ്പെടുന്നത്. അത് ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. നമ്മൾ IC ജെൻറ്റിലായിട്ട് പറിച്ചെടുത്തു. ഓക്കെ, ഇനി ICയുടെ ഇവിടെ ഒരു നോച്ച് ഉണ്ടാവും. ICയുടെ ഇവിടെ ഒരു നോച്ച് ഉണ്ടാവും. ആ നോച്ചുള്ളത് PCBയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊന്നും പ്രയാസമില്ല. അല്ലെങ്കിൽ നമ്മൾ പിൻ നമ്പർ 1 ആക്കി കണക്കാക്കിയിട്ട് അവിടെ ഫിക്സ് ചെയ്യണം. ഓക്കെ, കാലുകളെല്ലാം ശരി കയറിയിട്ടുണ്ടോ നോക്കിയിട്ട് ശരിക്ക് നമ്മൾ ഫിക്സ് ചെയ്യും. ഓക്കെ, എല്ലാ പിന്നുകളും പുറത്തുണ്ടോ നോക്കണം. ഇത് നമ്മൾ ക്ലീനായിട്ട് സോൾവ് ചെയ്യാം. ഇതിൻ്റെ ഒരു സൈഡിലെ പിന്ന് കംപ്ലീറ്റ് ഷോർട്ടാണ്. ഓക്കെ, അത് വലിയ റിസ്ക് ഒന്നുമില്ല സോൾവ് ചെയ്യാൻ. പിന്നെ നമ്മൾ 2 പിന്ന് ശ്രദ്ധിക്കണം നമ്മൾ ചെയ്യുമ്പോൾ. അത് പരസ്പരം ഷോർട്ട് വരും. ഇനി നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് നല്ലോണം ക്ലീൻ ചെയ്യാം. ഓക്കെ, ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക. അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല. ഓക്കെ, സമയം നമ്മളെ വീഡിയോയുടെ സമയം കൂടും. അതുകൊണ്ട് നമ്മൾ കാണിക്കുന്നില്ല. അപ്പോൾ ഇതുവരെ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സീരീസിൽ ചെക്ക് ചെയ്യണം. ഓക്കെ, ബോർഡും അതിൻ്റെ കൺട്രോൾ പാനൽ ബോർഡ് ഇവിടെ ഉണ്ട്. നമ്മൾ പവർ കൊടുത്ത് ജസ്റ്റ് ഒന്നങ്ങ് ചെക്ക് ചെയ്യണം. ലൈറ്റ് കത്തുമ്പോൾ ഇല്ലെന്നാണ്. അവിടെ ഷോർട്ടുണ്ട്.
കൂട്ടുകാർ IC പോയതുകൊണ്ട് നമ്മൾ ഈ റെസിസ്റ്ററും കൂടി ചെക്ക് ചെയ്യണം. ഇവിടെയൊക്കെ റെസിസ്റ്ററുകളുണ്ടല്ലോ, ഈ പവർ കൊടുക്കുന്ന സെക്ഷൻക്ക് പവർ കൊടുക്കുന്ന റെസിസ്റ്റർ. നമ്മൾ ഈ റെസിസ്റ്റർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇത് മെഗാ ഓംസിലാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ റെസിസ്റ്റർ പോയിട്ടുണ്ടെന്ന് സംശയമുണ്ട്. അപ്പോൾ നമുക്ക് ഈ റെസിസ്റ്റർ ഒന്ന് പറിച്ചിടണം. ഓക്കെ, ഇത് 50 ഓംസിൻ്റെ റെസിസ്റ്ററാണ്. ഇത് 50 ഓംസിൻ്റെ റെസിസ്റ്ററാണ്, പക്ഷെ ഇത് കാണിക്കുന്നത് 13 മെഗാ ഓംസ് ഒക്കെയാണ്. ഓക്കെ, നമുക്ക് അതും കൂടി ഒന്ന് പറിച്ചിടാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഇവിടെ പ്രശ്നം ഈ 50 ഓംസിൻ്റെ റെസിസ്റ്റർ പോയിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വാല്യൂ മെഗാ ഓംസിലാണ് കാണിക്കുന്നത്. 40 മെഗാ ഓംസ്, 10 മെഗാ ഓംസ്, ഇങ്ങനെ വാരി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എങ്ങനെ ഈ മെഗാ ഓംസിൽ ഒരു ചെറിയ ഓംസിലുള്ള റെസിസ്റ്റൻസ് മെഗാ ഓംസിൽ വാരി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വാരി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ റെസിസ്റ്റർ പോയിട്ടുണ്ടെങ്കിൽ അത് ലീക്കേജാണ്, അല്ലെങ്കിൽ അത് ഓപ്പൺ ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഇത് ആദ്യം മാറ്റിയിടുക. ഇത് കാരണം ഇത് ഈ ഹൈ വോൾട്ടേജിൽ നിന്ന് ലോ വോൾട്ടേജ് പവർ കൊടുക്കുന്ന സെക്ഷനാണത്. ഈ റെസിസ്റ്റർ മുഖാന്തരമാണ് ഈ സെക്ഷൻക്കൊക്കെ പവർ വരുന്നത്. ഈ ട്രാൻസ്ഫോമർക്ക്, ഈ ഓസിലേഷൻ ICക്ക്, ഈ സിസ്റ്റം കൺട്രോൾക്ക് ഒക്കെ പവർ വരണമെങ്കിൽ ഈ റെസിസ്റ്റർ ഓപ്പൺ ആയെങ്കിൽ ഇങ്ങോട്ട് തുറന്നു വരുള്ളൂ, ഈ പവർ ഇങ്ങ് വരുള്ളൂ. പവർ ഒന്ന് ഇവിടെ ബ്രിഡ്ജായിട്ട് ഇവിടെ വെച്ചിട്ട് അത് ഫിൽട്ടർ ചെയ്തിട്ടാണ് ഇതിൻ്റെ ഇപ്പോൾ 18 വോൾട്ടും 5 വോൾട്ടും ഒക്കെ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ റെസിസ്റ്റർ ഓപ്പൺ ആണെങ്കിൽ ഇങ്ങോട്ടുള്ള പവർ സെക്ഷൻ ഒന്നും ബാക്കിയില്ല. ആ വർക്ക് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? ഇൻഡക്ഷൻ കുക്കർ ടോട്ടലി ഡെഡ് ആയിരിക്കും. ഹൈ വോൾട്ടേജ് വർക്ക് ചെയ്യണമെങ്കിലും ഡിസ്പ്ലേ ബോർഡിൽ ഒരു ഡിസ്പ്ലേ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ റെസിസ്റ്റർ മാറ്റിയിടുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ മാറ്റിയിട്ടത് ഇവിടെ ഒരു 330 ഓംസ് റെസിസ്റ്റർ IC ഈ 50 ഓംസിൻ്റെ റെസിസ്റ്ററും കൂടി നമ്മളിപ്പോൾ മാറ്റിയിടാൻ പോകുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കൂട്ടുകാർ, നമ്മൾ ഈ റെസിസ്റ്റർ ഇവിടെ സോൾവ് ചെയ്ത് ഒന്ന് ഫിക്സ് ചെയ്യാണ്. ഓക്കെ, ശരിക്കും പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യുക. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ പ്രോബ്ലംസ് 95% സോൾവ് ആവുമെന്ന് വിചാരിക്കുന്നത്. കാരണം നമ്മൾ ബാക്കിയുള്ള സെക്ഷനൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. എൻ്റെ രീതി എന്ന് വെച്ചാൽ ഈ ബാക്കിൽ നിന്ന് റിപ്പയർ ചെയ്ത് വരുന്ന രീതിയാണ് എൻ്റെ. കാരണം മെയിനായിട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ഹൈ വോൾട്ടേജ് ആദ്യം റിപ്പയർ ചെയ്ത് വരുന്നതിന് മുമ്പ് നമ്മൾ ബാക്കിൽ നിന്ന് റിപ്പയർ ചെയ്ത് പോകുക. അതായത് ലോ വോൾട്ടേജിൽ നമ്മൾ റിപ്പയർ ചെയ്ത് ഹൈ വോൾട്ടേജിലേക്ക് പോകുന്ന രീതിയാണ് ഞാൻ ഫോളോ ചെയ്യൽ. അപ്പോൾ കാരണം നമ്മൾ മെയിൻ വോൾട്ടേജ് ചെക്ക് ചെയ്ത് കണ്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ബാക്കിയുള്ള സാധനം കൂടി നമ്മൾ അടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ആ ലോ വോൾട്ടേജിൽ നിന്ന് ചെക്ക് ചെയ്ത് വന്ന് ലോ വോൾട്ടേജിൽ നിന്ന് നമ്മൾ ചെക്ക് ചെയ്ത് വന്ന് കണ്ട് നമ്മൾ ഹൈ വോൾട്ടേജിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഈ ലോ വോൾട്ടേജിലെല്ലാം നമ്മൾ ചെക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ ഈ റെസിസ്റ്റൻസ് മാറ്റി, ഡയോഡുകൾ ചെക്ക് ചെയ്തു, IC മാറി, പിന്നെ ഒരു ചെക്ക് ചെയ്ത ശേഷം നമ്മൾ ഹൈ വോൾട്ടേജിലേക്കുള്ള ആ റെസിസ്റ്റർ പിന്നെ ബ്രോക്കൺ ആയത് അത് നമ്മൾ മാറ്റിയിട്ടു. അപ്പോൾ ഇനി നമ്മൾക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. മിക്കവാറും ഓക്കെ ആവണം. ഓക്കെ,
നമ്മളപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന ലോ വോൾട്ടേജ് എന്ന് വെച്ചാൽ വരാം. പല ടെക്നീഷ്യന്മാരും പല വിധത്തിലായിരിക്കും ഫോളോ ചെയ്യുക. അപ്പോൾ എനിക്ക് ഏറ്റവും സൗകര്യമായി തോന്നിയത് ഇൻഡക്ഷൻ കുക്കറിൻ്റെ കേസിലൊക്കെ നമ്മൾ ലോ വോൾട്ടേജ് കംപ്ലൈൻ്റ് ആണെങ്കിൽ ആദ്യം ലോ വോൾട്ടേജിൻ്റെ ഫൈനൽ സ്റ്റേജിൽ നിന്ന് ചെക്ക് ചെയ്ത് പോരും. അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നണം. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണോ സൗകര്യം അതൊക്കെ ചെയ്യുക. എന്തായാലും ശ്രദ്ധിച്ച് ചെയ്യുക. അല്ല ഞാൻ ഷോക്ക് അടിക്കുകയും ചെയ്യും. ഒന്നും അറിയാത്തവർ ചെയ്യാൻ നിൽക്കരുത്. ഇതൊക്കെ ഹൈലി റിസ്കി ഗെയിംസാണ്. വിത്തൗട്ട് നോളജ് മേ ബി മേക്ക് ബിഗ് പ്രോബ്ലം. നമ്മൾ തൽക്കാലം ഞാൻ ഡിസ്പ്ലേ ഒക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഡിസ്പ്ലേ കാണുന്നുണ്ടെങ്കിൽ ഓക്കെ. ക്യാമറ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഡിസ്പ്ലേ ഞാൻ ക്രിയേറ്റ് കറങ്ങും. ഓക്കെ, അത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണം. നമ്മൾ സീരീസ് പവർ കണക്ട് ചെയ്യാൻ ഡയറക്റ്റ് ഒരിക്കലും ചെക്ക് ചെയ്തു ഒരു സാധനം ചെയ്യാൻ ഡയറക്റ്റ് ചെക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഇനി നമുക്ക് ഡിസ്പ്ലേയിൽ എന്തെങ്കിലും എറർ ഉണ്ടോയെന്നൊക്കെ അറിയണമെങ്കിൽ നമ്മളിതൊന്ന് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യേണ്ട. ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു പാത്രമൊക്കെ വെച്ച് നോക്കാം. ഓക്കെ, നമുക്ക് എന്തെങ്കിലും എറർ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ അറിയാം. ഇവിടെ ഇതിൻ്റെ പവർ ബട്ടൺ വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബട്ടൺ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഈ ഒരു പവർ ബട്ടൺ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇതിൽ ഒരുപാട് പവർ ബട്ടൺസ് കംപ്ലൈൻറ്റ് ഉണ്ടാവും എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ പവർ ബട്ടൺ ഒന്ന് മാറ്റിയിട്ട് നോക്കാം. ഓക്കെ, ബട്ടൺസ് മാറ്റിയിട്ടുണ്ട്. നമ്മൾ പവർ ബട്ടൺ മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ബാക്കി ബട്ടൺസ് കംപ്ലൈൻ്റ് ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മളിതൊന്ന് ഓണാക്കി നോക്കാം. ഓക്കെ, ഇതാണ് പവർ ബട്ടൺ. നമ്മൾ അമർത്തി നോക്കുക. E4 എററാണ് ഇപ്പോൾ വരുന്നത്. E4. ഓക്കെ, ലോ വോൾട്ടേജ് ആയിട്ട് ബന്ധപ്പെട്ട നമ്മൾ സീരീസിൽ നിന്ന് മാറ്റിയിട്ടൊന്ന് കറക്റ്റായിട്ടൊന്ന് പ്രോപ്പറായിട്ട് പാത്രമൊക്കെ വെച്ച് ഡയറക്റ്റ് AC ലൈനൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എന്താ സംഭവിക്കും നോക്കുക. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്പ്ലേയിൽ എറർ എന്നുണ്ടെങ്കിൽ അത് തീർക്കണം. ഒരു പാത്രം വെച്ച് നമ്മൾ ഡയറക്റ്റിലാണ് ചെക്ക് ചെയ്യാൻ പോകണം. ഓക്കെ, ഡയറക്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഷോക്ക് അടിക്കുന്നതൊക്കെ വളരെ കെയർ ചെയ്യണം. ഓണാക്കി. ഓക്കെ, ഉണ്ടോ ഇൻഡക്ഷൻ കുക്കർ വർക്കിംഗ് ആണ്. ഇപ്പോൾ ചൂടായി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്തത് കൂടി ഞാൻ കൺക്ലൂഡ് ചെയ്ത് പറയാം. നമ്മൾ ആദ്യം നോക്കുമ്പോൾ നമുക്ക് ഫിസിക്കലായിട്ട് എറർ കിട്ടിയത്
330 ഓംസിൻ്റെ ലോ വോൾട്ട് സെക്ഷനിലുള്ള ഒരു റെസിസ്റ്റർ കംപ്ലൈൻ്റ് അതായിരുന്നു. അത് നമ്മൾ മാറ്റിയിട്ടപ്പോൾ നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് ഫിസിക്കൽ ചെക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അത് മാത്രമാണോ പ്രശ്നം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ IC പോയി കിടക്കുന്നുണ്ട്. അപ്പോൾ IC പോയി കിടക്കുന്നത് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അത് മാറ്റിയിട്ട് IC ഒക്കെ മാറ്റിയിട്ട് റെഡിയാക്കി നോക്കുമ്പോൾ നമുക്ക് ആ ICക്കുള്ള വോൾട്ടേജ് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ 50 ഓംസിൻ്റെ ആ സെക്ഷനുള്ള ആ റെസിസ്റ്ററും കൂടി മാറ്റിയിട്ടു. അപ്പോൾ നമ്മളെ ഇൻഡക്ഷൻ കുക്കർ ഡിസ്പ്ലേ വന്ന ശേഷം നമ്മൾ ഈ ബോർഡ് ഓണാക്കുമ്പോൾ സ്വിച്ച് ഓൺ ആവുന്നില്ല. അപ്പോൾ നമ്മൾ ഈ പവർ ബട്ടൺ മാത്രം മാറ്റിയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ ഓൺ ആവുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പവർ ബട്ടണും കൂടി കുഴപ്പമുണ്ടോ നോക്കണം. അത് പ്രശ്നം ഉണ്ടെങ്കിൽ ആ പവർ ബട്ടൺ മുഴുവൻ നമുക്ക് മാറ്റിയിട്ട ശേഷം മാത്രമേ കസ്റ്റമർക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ, കാരണം വീഡിയോക്ക് ഭയങ്കര ലെങ്തി ആവും, അതുകൊണ്ടാണ് ഞാൻ ഈ ബട്ടൺ സോൾഡർ ചെയ്യുന്നതൊന്നും ഞാൻ കാണിക്കാത്തത്. ഓക്കെ, ക്ലീൻ ആവണേ, എല്ലാം ക്ലീൻ ആക്കിയിട്ട് ശരിക്കും മാറ്റിയിടും. ഇതൊന്നും ഷോർട്ട് വരരുത്. ഓക്കെ, പിന്നെ ഇവിടെ ഈ ഒത്തിരി ജമ്പേഴ്സിട്ട് ഇവിടെ ജമ്പേഴ്സുകളെ തുരുമ്പിടിച്ചിരിക്കുകയാണ്. കണ്ടോ, ഇതെല്ലാം ഇത് ഇളകി പോയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം മാറ്റിയിട്ട് കൊടുക്കുക കസ്റ്റമർക്ക്. നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ പെർഫെക്റ്റായിട്ട് ചെയ്യാം. ഇളകിയിരിക്കുന്നുണ്ടോ നോക്കുക, ഇളകിയിരിക്കുന്നുണ്ടെങ്കിൽ എല്ലാം ക്ലീനായിട്ട് മാറ്റിയിട്ട് കൊടുക്കുക. ഓക്കെ, ഇവിടെ ഒന്ന് പോയതാണ്, ഞാൻ ഇപ്പുറത്ത് ജമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ശരിയാക്കി കൊടുക്കും. ഇതെല്ലാം ജോലി ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം കൈ ശരിക്കും വൃത്തിയാക്കണം. കാരണം ഇതിനകത്തൊക്കെ മറ്റേ ഈ ഇൻസെക്ട്സ് കുറേ ഉണ്ടാവും. അതൊക്കെ നമുക്ക് പനിയും മറ്റും മറിച്ചൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഇതെല്ലാം ജോലി കഴിഞ്ഞാൽ ഒന്ന് ആൽക്കഹോളിട്ട് കൈയെല്ലാം ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ സോപ്പിട്ട് കഴുകുക. നമുക്ക് പ്രത്യേകിച്ച് കൊറോണ ആകുമ്പോൾ നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അത് പല വീട്ടിൽ നിന്നും വരുന്ന സാധനങ്ങളല്ലേ. അപ്പോൾ നമ്മൾ ശരിക്കും മാസ്ക് ഇട്ട്, അപ്പോൾ നമ്മൾ ശരിക്ക് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ വേറെ ഒരു ഡിവൈസിൽ നമ്മൾ ടച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ വീട്ടിൽ പോകണമൊക്കെ. ഓക്കെ, എപ്പോഴും മാസ്ക് ഇട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, കൊറോണയ്ക്ക് ഉണ്ടായ നമ്മളെ ജോലി എവിടെ നിൽക്കും, നമ്മളെ കുടുംബം പട്ടിണിയാവും. അപ്പോൾ അതൊക്കെ നോക്കുക, ശരിക്കും ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാം. അപ്പോൾ നമ്മളിതിൻ്റെ ബട്ടൺസൊക്കെ നമുക്ക് ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് കാണാം എങ്ങനെ ഇരിക്കുന്നത്. നമ്മളിതെല്ലാം സെറ്റ് ചെയ്ത് എല്ലാം പാക്ക് ചെയ്ത് നമ്മൾ കുറച്ച് വെള്ളം വെച്ച് നമ്മളിതൊന്ന് ഓണാക്കി നോക്കുകയാണ്. ഓക്കെ, പവർ ബട്ടൺ നോക്കി ഡിസ്പ്ലേ എടുത്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, ചൂടാവുന്നുണ്ട്. ഓക്കെ, ബട്ടണെല്ലാം ഒരുപാട് ബട്ടൺ നമ്മളിതിൽ മാറ്റി. ഓക്കെ, 5-6 ബട്ടൺ നമ്മളിതിൽ മാറ്റി. ഇത് പ്ലസ്, ഇത് മൈനസ്. ഓക്കെ, ഡിസ്പ്ലേ എല്ലാം കറക്റ്റാണ്. ഓക്കെ, ഓഫ് ചെയ്യാം. ഇതിൻ്റെ ഇൻഡക്ഷൻ കുക്കർ ഓഫ് ചെയ്താലും ഇതിൻ്റെ ഫാന് കുറച്ച് നേരം വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ അതെല്ലാം ടെസ്റ്റ് ചെയ്യണം. ഫാന് കുറച്ച് നേരം വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നൊക്കെ ഈ G-Trackൻ്റെ ഈ മോഡലിൽ ടെസ്റ്റ് ചെയ്യണം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇത് ഓഫാവും. ഓക്കെ, അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഇത് ചെക്ക് ചെയ്ത് നോക്കണം. അതെല്ലാം പക്ക ഓക്കെ ആണെങ്കിൽ നമുക്കിത് ഡെലിവറി ചെയ്യാം. ഓക്കെ, ഇതാണ് G-Track ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഒരു ഫാൾട്ട്. ഇങ്ങനെയാണ് ഒരു ഫാൾട്ട് വരുന്നത്. ഇത് വന്നപ്പോൾ കംപ്ലീറ്റ് ഡിസ്പ്ലേ ഇല്ലായിരുന്നു, ആക്ച്വലി ഡെഡായി മാറിയായിരുന്നു. പക്ഷേ ഇത് ഡെഡല്ല, ഇതിൻ്റെ മെയിൻ പവർ സപ്ലൈ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ലോ സൈഡ് പവർ സപ്ലൈ വർക്ക് ചെയ്തില്ലായിരുന്നു. അപ്പോൾ അത് നമ്മൾ മാറ്റി ശരിയാക്കി. നൗ ഇറ്റ് ഈസ് ഓക്കെ. ഓക്കെ, സീ യു നെക്സ്റ്റ് വീഡിയോ.